ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും പ്രതീകമായി ഭൂമിയിൽ നല്ല വിളകളും കാർഷികോൽപ്പന്നങ്ങളും പൂക്കളും നല്ല പ്രകൃതിയും സമ്മാനിച്ചുകൊണ്ട് ഒരു നല്ല വിഷു കാലം വരവായി. സൗരയൂഥത്തിലെ സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, രാഹുകേതുക്കളാവുന്ന സാങ്കല്പിക ഛായാഗ്രഹങ്ങൾ, വ്യാഴം, ശുക്രൻ, ബുധൻ, ശനി തുടങ്ങിയ നവഗ്രഹങ്ങൾ അവയുടെ സഞ്ചാരവീഥികളായ മേടം, എടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം എന്നീ 12 രാശികളും അവയുടെ സഞ്ചാരവീഥികളായ 12 രാശികളും ഇവയിൽ അടങ്ങിയിരിക്കുന്നതായ 27 നക്ഷത്രങ്ങളും അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം, തിരുവാതിര, പുണർതം, പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി. ഇതിനിടയിൽ പൂർണ്ണ നക്ഷത്രങ്ങളല്ലാത്ത ഉത്രാടത്തിൻ്റെയും തിരുവോണത്തിൻ്റെയും മധ്യഗന്ധുവായി അഭിജിത് മുഹൂർത്തവും എന്ന നക്ഷത്രവും ഇവയെല്ലാം കൊണ്ട് ഉൾക്കൊള്ളുന്ന ഈ സൗരയൂഥത്തിൻ്റെ ഒരു വർഷത്തിൻ്റെ തുടക്കം ഭൂമിയും സൂര്യനും തമ്മിൽ അനാദിമധ്യാന്തമായി സഞ്ചരിച്ചു വരുന്ന ഭ്രമണപഥത്തിൽ നേർരേഖയിലേക്ക്, ഭൂമിയുടെ നേർരേഖയിലേക്കും സൂര്യൻ്റെ നേർരേഖയിലേക്കും ഭൂമിയും സൂര്യനും കൂടി ഒത്തുചേരുന്ന അനർഘ വിഷുവൽ പുണ്യദിനമാണ് വിഷു. ഒരു പുതിയ പരിവർത്തനത്തിൻ്റെ കാലഘട്ടമായിട്ട് ഈ വിഷു മുതൽ 2024 ഏപ്രിൽ 14 മുതൽ 2025 ഏപ്രിൽ 15 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഒരു പരിണാമ രീതി നമ്മുടെ ഭരണവ്യവസ്ഥയിലും സമൂഹത്തിലും അതുപോലെ തന്നെ ജനങ്ങളിലും അതുപോലെ ചികിത്സാരീതികളിലും നിയമ തത്വസംഹിതകളിലും രാഷ്ട്രീയ മത ജാതീയപരമായ കാര്യങ്ങളിലും എന്തിനും ആഹാരത്തിനും അതുപോലെ തന്നെ വസ്തുക്കൾക്കും ഒക്കെ ഒരു പുതിയ നിയമാവലികൾ കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരു വിഷുവൽ പുണ്യചക്രമാണ് ഈ കടന്നു വരുന്നത്. ഒരു വലിയ വലിയ ധ്രുവീകരണങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിക്, ഗ്യാസ്, അതുപോലെ ലോഹപദാർത്ഥങ്ങൾ, കമ്പ്യൂട്ടറുകൾ, നിയമപരിപാലനം, അതുപോലെ നീതി നിർവഹണം, സ്ത്രീകളുടെ ദയനീയാവസ്ഥകൾ, സ്ത്രീകൾക്ക് മുന്നോട്ട് പോകുവാനുള്ള കുതിക്കുവാനുള്ള നിയമാവലികൾ, വികലാംഗർക്ക്, അതുപോലെ തന്നെ ജാതി, മത, വർഗ, വർണ്ണ, രൂപ, രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ജനങ്ങൾക്ക് സമാധാന അന്തരീക്ഷത്തിന് വേണ്ട നിയമാവലികളും ഈ 12 മാസത്തിനുള്ളിലായി നടപ്പിൽ വരാനുള്ള സാധ്യത ആഗോളതലത്തിലും നമ്മുടെ രാജ്യത്തും നമ്മളിലും സമൂഹത്തിലും ഉണ്ടാകാനുള്ള ബഹുസാധ്യതകളും ദോഷങ്ങളെയും കാലാവസ്ഥപരമായിട്ടുള്ള മഴ, അതുപോലെ അത്യുഷ്ണം, അതിശൈത്യം മുതലായവയെ അതിജീവിക്കുവാനും അതിദാരിദ്ര്യത്തെ അതിജീവിക്കുവാനും ഉള്ള ഒരു സാധ്യത മനുഷ്യനെ അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് വരുന്ന ഒരു വർഷമായിട്ട് വേണം ഈ വിഷുവൽ പുണ്യകാലം നമുക്ക് നോക്കിക്കാണുവാനായി. ഇതിലെ ഭൂമിയിലെ സകല ചരാചരങ്ങളെയും സകല മനുഷ്യരെയും ജീവജാലങ്ങളെയും ചുറ്റിപ്പറ്റി ഇതിന് പരിവർത്തന വിധേയമാക്കിക്കൊണ്ടുള്ള ഈ വിഷുവൽ പുണ്യകാലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങളെ 2 നക്ഷത്രം വീതം 12 രാശികളിലായി സമമായി ഭാവിച്ച് പൊതുവായ ഒരു ഫലമാണ് ഇവിടെ പ്രവചിക്കാൻ പോകുന്നത്. ഓരോ വ്യക്തിയുടെയും ജനനസമയമനുസരിച്ചുള്ള ജാതകവിധി പ്രകാരമുള്ള ഫലങ്ങൾക്കാണ് കൂടുതൽ സാധ്യത. എങ്കിലും പൊതുവായ കാര്യങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നതല്ല. അശ്വതിയും ഭരണിയും കാർത്തികയുടെ ആദ്യത്തെ 15 നാഴികയും ചേരുന്ന 2 നക്ഷത്രം അടങ്ങുന്ന മേടരാശി. ഈ രാശിയിൽപ്പെട്ട വിദ്യാർത്ഥികൾ അവർ വിദ്യ അഭ്യസിക്കുന്ന ആരും, അത് 90-ാമത്തെ വയസ്സായാലും 5-ാമത്തെ വയസ്സായിരുന്നാലും, വിദ്യ യാചിക്കുന്നവർ വിദ്യാർത്ഥി, വിദ്യ അർത്ഥിക്കുന്നവർ വിദ്യാർത്ഥിനികളായാലും ഉപരിപഠനമായിരുന്നാലും
അവർക്ക് നല്ല മാർക്കോട് കൂടി, അക്ഷീണ പരിശ്രമത്തോടു കൂടി, വിജയാഹ്ലാദത്തോടു കൂടി, ഉയർന്ന മാർക്കോട് കൂടി എന്തിന് ഏറെക്കുറെ A+ എന്ന് പറയുന്ന രീതിയിൽ ഉള്ള വിദ്യാപുരോഗതികൾ ദൃശ്യമാകുന്ന ഒരു വർഷമാണ്. വിവരസാങ്കേതിക വിദ്യകൾ വിജയിക്കുന്ന കാലമാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഉദ്യോഗാർത്ഥികളായിരിക്കുന്നവർക്ക് ഏറെക്കുറെ അവരുടെ പഠിത്തം, കഴിവ്, അർഹത, യോഗ്യത അനുസരിച്ചുള്ള ജോലി സാധ്യതകൾ തെളിയുന്ന ഒരു വർഷമാണ്. സർവീസിലിരിക്കുന്നവർക്ക് അവരുടെ പ്രാഗൽഭ്യം അധികാരികൾ അംഗീകരിക്കുകയും അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് അംഗീകരിക്കുകയും അവർ തെളിയുകയും ചെയ്യുന്ന കാലമാണ്. ഈ രാശിയിൽപ്പെട്ട തൊഴിലാളി വർഗങ്ങൾ ന്യായമായ തൊഴിൽ, വേതനം, സേവനം, പരിഷ്കൃതമായ ഒരു ജീവിതചര്യയും മറ്റാനുകൂല്യങ്ങളുടെ ഒരു തുടക്കവും ഈ വർഷം ഉണ്ടാവുന്നതാണ്. ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിന് മൊത്തത്തിൽ ക്ഷീണകാലമാണ് എങ്കിലും ഈ രാശിയിൽപ്പെട്ടവർക്ക് പുതിയ ബിസിനസ് ആവിഷ്കരിക്കുവാനും സിനിമ, സീരിയൽ, രാഷ്ട്രീയം മുതലായി വർക്ക് ചെയ്യുന്നവർക്കും സാമൂഹ്യ പരിഷ്കർത്താക്കൾക്കും മതമേലധ്യക്ഷന്മാർക്കും ഉന്നത സ്ഥാനമാനങ്ങളും അധികാരങ്ങളും സന്തോഷവും പ്രഭിജന പ്രീതിയും സർവ്വവിന ജനപിന്തുണയും വന്ന് പുതിയ അധികാരത്തിലേക്ക്, സ്ഥാനമാനങ്ങളിലേക്ക്, പ്രമോഷനുകളിലേക്ക്, അതുപോലെ തന്നെ സാമ്പത്തിക പുഷ്ടിയിലേക്ക് ഒക്കെ കടന്നു വരാനുള്ള ഒരു ഭാഗ്യമുണ്ട്. എന്നാൽ വർഷാവസാനം എന്ന് പറഞ്ഞാൽ മലയാള വർഷാവസാനം 2025 ഏതാണ്ട് ഏപ്രിൽ മെയ്യോട് കൂടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥാനമാനങ്ങൾക്കും അതുപോലെ തന്നെ പേരും പെരുമയും പ്രശസ്തിയും ധനവും എല്ലാത്തിനും ഒരു വോൾട്ടേജ് മങ്ങിയ പോലത്തെ ഒരവസ്ഥ വരാൻ സാധ്യതയുള്ളതിനാൽ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി മുന്നോട്ട് പോകണം എന്ന് അനുശാസിക്കുന്നു. കണ്ണിനും അതുപോലെ തന്നെ എന്തെങ്കിലും ഹെഡ് ഇഞ്ചുറികൾ വരാനുള്ള സാധ്യതയുണ്ട്. കണ്ണിന് ഓപ്പറേഷനോ ചികിത്സകളോ ഒക്കെ വേണ്ടി വരാം. അപ്രതീക്ഷിതമായി ക്ഷതപതനങ്ങൾ, ഒടിവ്, ചതവ്, മുറിവ്, പൊള്ളൽ, വീഴ്ച മുതലായതൊക്കെ വന്ന് സംഭവിച്ച് രക്ഷപ്പെടാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ഈ രാശിയിൽപ്പെട്ടവർക്ക് ഒരല്പം വസ്തു, വീട് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് അല്ലെ ഗ്രഹം മോടി പിടിപ്പിക്കാനുള്ള ഭാഗ്യം, ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗലബ്ധി, സർവീസിലിരിക്കുന്നവർക്ക് പ്രമോഷൻ, ടെസ്റ്റോ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഭാഗ്യം. സർവോപരി ഈ രാശിയിൽപ്പെട്ടവർക്ക് വിഷു സംക്രമവശാൽ ആദിത്യ പ്രഭാവത്തിൽ സർവൈശ്വര്യങ്ങളും തരുന്നുവെന്നും വർഷാവസാനത്തോടു കൂടി വോൾട്ടേജ് മങ്ങാനുള്ള സാധ്യതകൾ കാണുന്നുവെന്നും അധികാരത്തിലൊക്കെ ഏറുന്ന സാമൂഹ്യ പരിഷ്കർത്താക്കൾക്ക് അധികാരം പിടിച്ചു നിർത്താനായിട്ടൊരു സ്വല്പം വിഷമം വരുന്ന ഒരു കാലഘട്ടവുമാണ് വർഷാന്ത്യം. ഈ രാശിയിൽപ്പെട്ടവർ ഈ വക കാലദോഷങ്ങൾക്ക് ശമനം വരുവാനായി മഴയത്ത് കുട പോലെ, വെയിലത്ത് എയർ കണ്ടീഷൻ പോലെ അല്പം ആശ്വാസം വരുവാനായി സർപ്പക്ഷേത്രത്തിൽ 100 പാലും, പാലും പഴ നിവേദ്യം, അതുപോലെ തന്നെ പുള്ളുവരെ കൊണ്ട് പാട്ട് പാടിക്കുക, സർപ്പം പാട്ട് പാടിക്കുക ഇത്യാദികളും, ഗണപതി ഹോമം ഭംഗിയായ രീതിയിൽ അക്ഷതത്വത്തോടുകൂടി, അക്ഷതെന്ന് പറഞ്ഞാൽ നെല്ലുവരി പുഷ്പത്തോടു കൂടി കറുക, മുക്കുറ്റി മുതലായ വിശിഷ്ട വസ്തുക്കളെ കൊണ്ടും പേര്, നക്ഷത്രമൊക്കെ ചേർത്ത് ഹോമവിധികൾ ചെയ്തു വരുന്നതും ഒന്നുകൂടി അധികസ്യ അധികം ബലം, ജന്മന അരോഗതഗാത്ര, കളരിയും കുംഭവും കരാട്ടയും ജിംനാഷ്യമൊക്കെ പഠിക്കുന്ന പോലെ കുറേ കൂടെ തെളിഞ്ഞു വരുവാനായി ഈ പറഞ്ഞ പ്രതിവിധികൾ ദോഷശക്തികളുടെ ശക്തി കുറയ്ക്കാനും ഉതകുന്നതാണ്. അന്യജം തൃക്കേട്ട വരുന്ന ദിവസങ്ങൾ കലണ്ടറിലോ ഡയറിയിലോ ഒന്ന് മാർക്ക് ചെയ്താൽ ഈ രാശിക്കാർക്ക് ചില കഷ്ടനഷ്ടങ്ങൾ ഈ ദിവസം പിടികൂടും. ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ക്ഷതങ്ങളോ മാനസിക ക്ഷതങ്ങളോ, അതുപോലെ തന്നെ ഒടിവ്, ചതവ്, മുറിവ്, വീഴ്ച, പതനം, വഞ്ചനയെ കുടുങ്ങുക, ചതി കുടുങ്ങുക, പ്രാക്കേക്കുക മുതലായതും, കൊടുക്കൽ വാങ്ങലുകൾ, തൊഴിൽ മേഖലകൾ എല്ലാത്തിലും ഒരു കഷ്ടനഷ്ടങ്ങൾ വരുന്നതിനാൽ ഈ ദിവസങ്ങളിൽ അല്പം ക്ഷമയോടെയും സഹനശക്തിയോടെയും മൃദുത്വത്തോടെയും കൂടി സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്യുക. അതുപോലെ തന്നെ ചതയം, പൂരിട്ടാതി നക്ഷത്രങ്ങൾ വരുന്ന ദിവസം മാർക്ക് ചെയ്താൽ സാമ്പത്തിക ലാഭം, നല്ല വാർത്തകൾ ശ്രവിക്കാനുള്ള ഇത്, മനസമാധാനമായിട്ട് ആഹാരം കഴിക്കാനുള്ള യോഗം, ഉന്മേഷം, സന്തോഷം, സംതൃപ്ത ദാമ്പത്യം, പൊതുവെ മംഗളകരമായ കാഴ്ചകൾ, ഉല്ലാസയാത്രകൾ എന്നിവയ്ക്കൊക്കെയുള്ള ഒരു പൊതുഫലവും ഉണ്ടാവും.